നമസ്കാരം. ഒരു രാജ്യത്ത് ഭരണകൂടത്തിനെതിരായ വിമർശനം സ്വാഭാവികമാണ്. അതിന് അനുവാദമുള്ള രാജ്യത്ത് മാത്രം. നമ്മുടെ ഇന്ത്യ ആ സ്വാതന്ത്ര്യം ഉറപ്പുതരുന്ന രാജ്യമാണ്. പക്ഷേ വിമർശനത്തിന്റെ പേരിൽ രാജ്യത്തെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് വന്നാലോ? ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നത് അതല്ലേ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മോദി വിരുദ്ധതയുടെ പേരിൽ പൊതിഞ്ഞ ചില പ്രതികരണങ്ങളുടെ രാജ്യവിരുദ്ധ താല്പര്യങ്ങളാണ്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ഇന്ത്യയിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഉപയോഗിക്കുന്ന പ്രധാന പേരാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടേത്. നരേന്ദ്രമോദിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പരാമർശങ്ങൾ ഓരോ ദിവസവും നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിറയാറുണ്ട്. പക്ഷേ ഒന്നാം മോദി സർക്കാരിന് ശേഷം നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളുടെ സ്വഭാവത്തിൽ ഗൗരവതരമായ മാറ്റം പ്രകടമാണ്. മോദി വിരുദ്ധതയെന്നോ അല്ലെങ്കിൽ മോദിക്കെതിരായ വിമർശനമെന്നോ പരസ്യമാക്കുന്ന പ്രസ്താവനകൾ ഒടുവിൽ തികച്ചും രാജ്യവിരുദ്ധമായ നിലപാടിന്റെ വികൃത മുഖങ്ങളാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. അത് വ്യക്തമാക്കുന്നതിന് മുൻപ് ക്രിറ്റിസിസവും അജണ്ടയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ നയത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനം. എന്നാൽ അതിന്റെ നേർവിപരീതമാണ് അജണ്ട. മുൻകൂട്ടി ഒരു ലക്ഷ്യം നിശ്ചയിക്കുകയും അതിനായി പ്രത്യേക നരേറ്റീവുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് അജണ്ട എന്ന് പറയുന്നത്. ഇത് ലക്ഷ്യമിടുന്നത് ജനങ്ങളിൽ ഒരു ആശയം ഉറപ്പിക്കുന്നതിനോ സ്വാധീനം ചെലുത്തുന്നതിനോ ആണ് ഉപയോഗിക്കുന്നത്. ക്രിറ്റിസിസത്തിന്റെ സ്വഭാവത്തിൽ പറയുന്ന കാര്യത്തിൽ വസ്തുതയായിരിക്കും അടിസ്ഥാനമായിരിക്കുക. നല്ലതും മോശവുമായ വശങ്ങൾ ഇവിടെ വ്യക്തമാക്കുമ്പോൾ അജണ്ടയിൽ ചില വിവരങ്ങൾ മാത്രമാണ് ഉണ്ടാകുക. നെഗറ്റീവ് വശങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനോടിണങ്ങുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിക്കും. വിമർശനത്തിൽ ഒരു വ്യക്തിയുടെയോ സർക്കാരിന്റെയോ പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന താളപ്പിഴകളുടെ ഡാറ്റയും തെളിവുകളും വ്യക്തമാക്കിയിരിക്കും. ഇനി 3 കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന നരേന്ദ്രമോദിയുടെയോ സർക്കാരിന്റെയോ വിമർശനമാണോ അതോ രാജ്യത്തിനെതിരായ അജണ്ടകളാണോ എന്ന് നോക്കാം. 2016 നവംബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500,000 രൂപ മൂല്യമുള്ള നോട്ടുകളുടെ ലീഗൽ ടെൻഡർ പിൻവലിക്കുന്നത്. ഈ നടപടിക്കുള്ള പ്രധാന ലക്ഷ്യമായി പറയുന്നത് കള്ളപ്പണത്തിന്റെ സ്വാധീനം കുറയ്ക്കുക, വ്യാജ നോട്ടുകളുടെ വ്യാപനം തടയുക, തീവ്രവാദത്തിനുള്ള പണമൊഴുക്ക് തടയുക, ഡിജിറ്റൽ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു. നോട്ട് നിരോധിക്കൽ നടപടി കൊണ്ട് ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായതായാണ് സമീപകാല വസ്തുതകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ താൽക്കാലികമായി സംഭവിച്ച പ്രതിസന്ധികളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനെതിരെ രാജ്യത്ത് പ്രചരണം ഇന്നും തുടരുന്നത്. ATMന് മുന്നിൽ ക്യൂ നിന്ന കാര്യവും വ്യാപാരം മന്ദഗതിയിലാക്കിയതുമെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് രാജ്യം സ്വീകരിച്ച ഈ നടപടിക്കെതിരെ പ്രചരണം തുടരുകയാണ് ഇന്നും. കഴിഞ്ഞ ദിവസം മലയാള ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഇതിനിടയിൽ വളരെ അധിക്ഷേപകരമായ ഒരു വാക്കായിരുന്നു അയാൾ പ്രധാനമന്ത്രിക്കെതിരെ ഉപയോഗിച്ചത്. 140 കോടി ജനതയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തെ ലക്ഷ്യമിടുന്നുവെന്ന പേരിൽ ആ വ്യക്തി രാജ്യത്തിനെതിരായുള്ള പ്രസ്താവനയാണ് നടത്തിയത്. കാരണം നോട്ട് നിരോധനത്തിന്റെ സാഹചര്യവും ഫലവും അയാൾ ഈ വിമർശനത്തിൽ മനഃപൂർവ്വം മറച്ചുവെക്കുകയുണ്ടായി. മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ മുൻ സൈനിക മേധാവി മനോജ് മുകുന്ദ് നരവാനെയുടെ ഇനിയും പ്രസിദ്ധീകരിക്കപ്പെടാത്ത 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ വിവാദ പ്രസ്താവന. ഗാൽവാൻ താഴ്വരയിൽ ഗൗരവകരമായ സാഹചര്യം നിലനിൽക്കെ കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയെന്ന തരത്തിലായിരുന്നു അന്ന് രാഹുൽ ഈ വിഷയം അവതരിപ്പിച്ചത്. ഒരു ലോക്സഭാ സമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്തുകയായിരുന്നു ആ വിവാദ പ്രസ്താവന. കഴിഞ്ഞ ദിവസമാണ് ആ വിവാദത്തിന് പൂർണ്ണമായും തിരശീലയിട്ടുകൊണ്ട് മനോജ് മുകുന്ദ് നരവാനെ രംഗത്ത് വന്നത്. രാഹുൽ നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണാജനകമായിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. രാഹുൽ നടത്തിയ ആ വിവാദ പ്രസ്താവന കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിച്ചു എന്നല്ലാതെ മറ്റൊരു നേട്ടവും ഉണ്ടായില്ല. ഇനി പറയുന്നത് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന മറ്റൊരു അജണ്ട സ്വഭാവമുള്ള വിവാദത്തിലേക്കാണ്. പേര് പരാമർശിക്കേണ്ട കാര്യം പോലുമില്ലാത്ത ഒരു അമേരിക്കക്കാരൻ എഴുതിയ ആർട്ടിക്കിൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചിരുന്നു. ഇതിൽ ഇന്ത്യക്കെതിരായ പരാമർശവും അടങ്ങിയിരുന്നു. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് പറഞ്ഞായിരുന്നു
എന്നായിരുന്നു മാധ്യമ സിൻഡിക്കേറ്റുകൾ അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ. ഈ വിഷയത്തിന്റെ പ്രാധാന്യം വിലയിരുത്തിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയമാണ് പ്രതിഷേധം അറിയിച്ചത്. ഇവിടെയും ലക്ഷ്യമിടുന്നത് പ്രത്യക്ഷത്തിൽ നരേന്ദ്രമോദിയെ ആയിരുന്നുവെങ്കിലും നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടുകയായിരുന്നു പ്രതിഷേധത്തിന്റെ പേരിൽ നടത്തിയ ഓരോ പ്രസ്താവനയും. സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രസ്താവനകൾ ഏറെയായിരുന്നു. നരേന്ദ്രമോദി നിർബന്ധമായും പ്രതികരിക്കേണ്ടതായിരുന്നുവെന്നും ഇന്ത്യക്ക് അമേരിക്കയോടുള്ള വിധേയത്വമാണ് ഇതിന് കാരണമെന്നുമെല്ലാമായിരുന്നു പ്രചാരകരുടെ വാക്കുകൾ. ഈ വിധത്തിലാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അടക്കമുള്ളവയുടെ പ്രവർത്തന രീതി. ചില രാഷ്ട്രീയ നേതാക്കൾ ഇതിനായി പാതയൊരുക്കുന്നുണ്ടെന്നത് നിരാശാജനകമാണ്. ഒരു രാജ്യത്തെ സർക്കാരിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, അത് ജനാധിപത്യത്തിന്റെ അനിവാര്യത കൂടിയാണ്. മറ്റൊരു ചോദ്യം, അത്തരം ചർച്ചകൾ രാജ്യത്തെയും അതിന്റെ നിലപാടുകളെയും അന്താരാഷ്ട്ര തലത്തിൽ അപമാനിക്കാനുള്ളതാകാൻ പാടുമോ എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.